ഹലോ, എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ സയൻസ് ഫിക്ഷൻ എപ്പിസോഡിൻ്റെ ഹോപ്പ്ഫുള്ളി ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ തവണ ഇതോടെ അവസാനിപ്പിക്കുന്നു പറഞ്ഞ് തുടങ്ങുമെങ്കിലും നമ്മളങ്ങ് കാട് കയറി പോവുകയാണ് സയൻസ് ഫിക്ഷൻ. കാരണം അത്ര അധികം സയൻസ് ഫിക്ഷൻ ഉണ്ട് നാട്ടിൽ. മുട്ടിയിട്ട് നടക്കാൻ പാടില്ല എന്ന് പറയാവുന്ന കണ്ടീഷനാണ്. എനിക്ക് തോന്നുന്നു ഇത്തവണ നമുക്ക് ഒന്ന് മലയാളത്തിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഞാൻ പണ്ട് വായിച്ചതിൽ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് തോന്നിയത് ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞിട്ട് സി രാധാകൃഷ്ണന്റെ ഒരു നോവലാണ്. അപ്പോൾ അത് ഇച്ചിരി സോഫ്റ്റ്വെയറും ഒക്കെ വെച്ചിട്ട് ഒരു കപ്പിള് ഒരു ഒരു ബ്രേക്ക് ത്രൂ ടെക്നോളജി കണ്ടുപിടിക്കുന്നതും ആ ടെക്നോളജി മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പവേഴ്സ് ആസ് ഇൻ കോർപ്പറേറ്റ്സ്, ബാഡ് ആക്ടേഴ്സ് അവരുടെ പിറകെ വരുന്നതുമാണ്. അപ്പോൾ കുറച്ച് ഭഗവത്ഗീത റെഫറൻസും ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് തോന്നുന്നു എനിക്കത് അന്ന് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അമ്മ റെക്കമെൻഡ് ചെയ്തതാണ്. പക്ഷെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഇറ്റ് ഫെൽറ്റ് ഫ്ലാറ്റ്. കാരണം ഞാൻ പുള്ളിയുടെ വേറെ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. പുള്ളിയുടെ മറ്റേ മുൻപേ പറക്കുന്ന പക്ഷികൾ, പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും, അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. പുള്ളി അനാവശ്യമായിട്ട് ഒരുപാട് പേരെ കൊന്നുകളയുമെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട കഥകളാണ് അതൊക്കെ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങ് ദഹിച്ചില്ല എന്ന് വേണം പറയാൻ. പക്ഷെ അതല്ലാതെ മലയാളത്തിൽ സയൻസ് ഫിക്ഷൻ വളരെ കുറവാണ്. GR ഇന്ദുഗോപന്റെ ഞാനിപ്പോൾ സി രാധാകൃഷ്ണന്റെ വായിച്ചിട്ടില്ല. എനിക്ക് സി രാധാകൃഷ്ണൻ സയൻസ് ഫിക്ഷൻ എഴുതുന്ന പോലും അറിയില്ല. കാരണം നോവൽ നവകമാണ് ആകെ പുള്ളിയെ പറ്റി അറിയാവുന്ന സംഭവം. ഈ നോവൽ നവകം തന്നെ 9 പുസ്തകം വായിച്ച് തീർക്കാൻ എനിക്കറിയില്ല. അത് വായിക്കുന്നവരുണ്ട് കേട്ടോ, ആഞ്ഞു പിടിച്ച് വായിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ അമ്മ അതിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. അത് കൂടാണ്ട് വേറൊരു പഠനം, അതിൻ്റെ ഒരു പഠനമുണ്ട്, ഡോക്ടർ ലീലാവതി. പക്ഷെ അതൊക്കെ സയൻസ് ഫിക്ഷൻ അല്ല. എനിക്കറിയില്ലായിരുന്നു പുള്ളി ഇങ്ങനെ എഴുതിയിട്ടുള്ള കാര്യം അറിയില്ലായിരുന്നു. പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ സയൻസ് ഫിക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ അതിൽ പറയാനുള്ളത്, ഞാൻ വായിച്ചതിൽ എനിക്കറിയാവുന്നത് GR ഇന്ദുഗോപൻ്റെ ഐസ് ആണ്. ഐസ് പിന്നെ ഒരു ടെമ്പറേച്ചറാണ്, മൈനസ് സംതിങ് എന്തോ ആണ്, ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ബ്രെയിൻ അല്ല, തല തന്നെ വെട്ടിയെടുത്തിട്ട് ക്രയോയിൽ വെക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് അത് അത് അതിൻ്റെ അകത്തൊരു പ്രതികാര കഥയുണ്ട്. അതായത് ഒരാൾ മറ്റൊരാളെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഈ ബ്രെയിൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പുള്ളിക്ക് ഫോളോ ചെയ്യാം. അതായത് പുള്ളിയുടെ കുടുംബത്തിനെ അറ്റാക്ക് ചെയ്യാൻ, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്ത് ഒരു ഏജൻസിയിൽ സൂക്ഷിച്ചിരിക്കുവാണ് എന്ന രീതിയിലാണ്, ഒരു 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 ഫെസിലിറ്റിയിൽ വെച്ചിരിക്കുവാണ്. അതാണ് ശരിക്കും ഈ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. കാരണം ഇന്ദുഗോപൻ്റെ പുസ്തകങ്ങളെല്ലാം ആവശ്യത്തോടെ എടുത്ത് വായിച്ചിരുന്ന ഒരു സമയമാണ്. ചിലതൊക്കെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണമാണ് ഇത്. കാരണം ഇത് ഒരുപാട് പരത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ദുഗോപൻ എപ്പോഴും ഷോർട്ട് ഫിക്ഷനാണ് കുറച്ചുകൂടി ചേരുക എന്ന് തോന്നിക്കുന്ന, അത് അടിവരയിടുന്ന ഒരു പുസ്തകമാണ് ഐസ് എന്നെനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ പേർ എതിരഭിപ്രായങ്ങൾ കാണാം, പക്ഷേ എന്തോ ഇതെനിക്ക് അത്ര അങ്ങ് സുഖിച്ചില്ല, രസിച്ചില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഉള്ളത് ഈ സയൻസ് ഫിക്ഷൻ കഥകളെ പറ്റി പറയുവാണെങ്കിൽ മലയാളത്തിൽ വളരെ അപൂർവം ചില എഴുത്തുകാർ, ഈ മനോരമ പോലും ഈ ഇടയ്ക്ക് ഭാഷാഭൂഷണിയുടെ ഒരു പതിപ്പ് ഇറക്കിയിരുന്നു, സയൻസ് ഫിക്ഷൻ കഥകൾ മാത്രമായിട്ട് ഒരു കോൺടെസ്റ്റ് നടത്തിയായിരുന്നു. അതിൽ ഒന്നോ രണ്ടോ കഥകളെ എനിക്ക് അങ്ങ് എന്താ സയൻസ് ഫിക്ഷനായിട്ട് തോന്നിയിട്ടുള്ളൂ. എനിക്ക് മലയാളത്തിലെ എഴുത്തുകാർ അങ്ങനെ സയൻസ് ഫിക്ഷൻ അധികം വായിക്കാത്തത് കൊണ്ടാണോ അതോ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തത് കൊണ്ടാണെന്ന് അറിയില്ല. ചിലയിടത്തൊക്കെ സയൻസിനെ വെറും മാജിക്കായിട്ട് കാണുന്ന രീതിയിലുള്ള കഥകളാണ്. അതായത് അതിനൊരു സയൻറ്റിഫിക് ബേസ് ഒന്നുമില്ല. ഷോർട്ട് സ്റ്റോറി ആണെങ്കിൽ പോലും അതിനകത്ത് ഒരു ചെറിയ ബേസ് ഇടാൻ, ഒരു ശാസ്ത്രം എന്ന് പേരുള്ളത്, ഒരു സയൻസ് ഫിക്ഷൻ ആണല്ലോ, സയൻസ് ഇടാനൊരു ചെറിയൊരു സംവിധാനം അതിന് വേണം. ഒരു ചെറിയൊരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ വേണം, ഒരു വിശദീകരണം ഉണ്ടെങ്കിലേ അത് കാര്യമുള്ളൂ, സയൻസ് ഫിക്ഷനായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് വെറും മാജിക്കാണ്, ഒരു ഫാൻറ്റസി കഥയാണ്. അങ്ങനെയാണ് പലരുടെയും ധാരണ എന്ന് തോന്നി അതൊക്കെ വായിച്ചപ്പോൾ. അല്ല, അതൊരു ട്രെൻഡും ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ മിത്തോളജിയും സയൻസുമായിട്ട് കൂട്ടിക്കുഴച്ചിട്ട് ഒരു ഹാഫ് ബേക്ഡ് സൊല്യൂഷൻ ഉണ്ടാകാറുണ്ട്. ആ ഒരു പരിപാടി. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ AI എന്ന് പറയുമ്പോൾ നിർമ്മിത ബുദ്ധിയെ പറ്റിയിട്ട് വലിയ ഗ്രാഹ്യമില്ലാത്ത ആളുകളാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് എങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പല അബദ്ധങ്ങളും ഒഴിവാക്കാൻ പറ്റും. ആളുകൾക്ക് സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നിർമ്മിത ബുദ്ധിയാണ് ഏറെക്കുറെ എഴുതാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, ഇപ്പോൾ എഴുതാനുള്ള സാധ്യതയുള്ളത് AI ആണ്. ജോണറായിട്ട് അങ്ങ് എടുത്ത് എഴുതാം, AI ബേസ്ഡ് സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം.
പക്ഷേ അവിടെ പോലും ഒരു റിസർച്ച് എന്ന് പറയുന്നില്ല. ഈ കയ്യിലുള്ള സബ്ജക്റ്റ് മാറ്ററിനെ പറ്റിയിട്ട് അല്പമെങ്കിലും അറിവുണ്ടായിരുന്നെങ്കിൽ, ഒരു ധാരണയുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചമുള്ള സാധനങ്ങൾ എഴുതാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് എനിക്കാകെ പറയാനുള്ളത്. തിരിച്ച് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് തന്നെ വരാം അല്ലേ? മലയാളം അധികം മറ്റൊരു ബുക്കിനെ കണ്ടന്റ്. കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. അതെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സോംബി ഫിക്ഷനെ പറ്റി പറഞ്ഞു. സോംബി ഫിക്ഷനെ പറ്റി പറയുമ്പോൾ ഇത് ഈ ഇടയ്ക്ക് നമ്മുടെ മരിയ റോസ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. മരിയ റോസ്, ഞാൻ പറഞ്ഞ മരിയ റോസും അത്യാവശ്യം സയൻസ് ഫിക്ഷനൊക്കെ എഴുതുന്ന ആളാണ്. പക്ഷേ പുള്ളിയുടെ ഒരു കഥ ബ്ലോഗ് സ്പോട്ടിൽ വന്ന് അങ്ങനെയാണ് ഞാൻ മൂപ്പരെ ഫ്രണ്ടായിട്ട് ആഡ് ചെയ്യുന്നത്. കാരണം പുള്ളിയുടെ ഒരു പേഴ്സണൽ ബ്ലോഗിൽ വന്ന കഥയാണ്. അതായത് അത് ഒരു ലവ് ക്രാഫ്റ്റിയൻ കഥയാണ്. ആക്ച്വലി ഒരു സയൻസ് ഫിക്ഷൻ തന്നെയാണ്. ചില ആളെ പിടിക്കുന്ന മരങ്ങളെ പറ്റിയിട്ടൊരു കഥയാണ്. പക്ഷെ വളരെ അതിന് കഥയ്ക്ക് മരത്തിനൊരു സയൻറ്റിഫിക് ഒരു ജോണർ നെയിം പോലും കൊടുത്തിട്ടുണ്ട്. ജനസ് നെയിമും ഒരു സയൻറ്റിഫിക് നെയിം വരെ കൊടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന കഥയാണ്. എക്സ്പ്ലിസിറ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. ഒരു ലവ് ക്രാഫ്റ്റിൻ്റെയും സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ഒരു മിക്സാണ്. കൊള്ളാവുന്നൊരു സംഭവമാണ്. ബ്ലോഗ് സ്പോട്ട്, പുള്ളിയുടെ ബ്ലോഗ് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റിയാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളായിരുന്നു. പുള്ളി ഇടയ്ക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിപ്പുകൾ എഴുതും. അപ്പോൾ അതിനകത്ത് മാഷപ്പ് ഫിക്ഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിൽ എബ്രഹാം ലിങ്കൺ വാമ്പയർ ഹണ്ടറെ പറ്റി പറയുന്നുണ്ട്. മറ്റേ നമ്മുടെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് ആൻഡ് സോംബിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് സാൻഡി എഴുതിയ ബുക്കിനെ പറ്റിയിട്ട് വലിയ മലയാളത്തിൽ എന്തുകൊണ്ട് ആളുകൾ ഇത് ശ്രമിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കമൻറ്റ് ഇട്ടു, ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഇത് വഞ്ചിനാട്ടിലെ വേതാളങ്ങൾ. അപ്പോൾ അദ്ദേഹം വളരെ നല്ല അഭിപ്രായം തന്നത്. അതിനുശേഷം അതിനൊരു കുറിപ്പ് ഇട്ടിരുന്നു. അപ്പോൾ ഇതാണ് സാൻഡിയുടെ ബുക്കിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ, വഞ്ചിനാട്ടിലെ വേതാളങ്ങൾ. അതായത് മലയാളത്തിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്തുള്ള അവരുടെ പവർ സ്ട്രഗിളിൽ നമ്മൾ ഒരു സാധനം മിക്സ് ചെയ്യുകയാണ്, സോംബി ഫിക്ഷൻ മിക്സ് ചെയ്യുകയാണ്. അതും ഈ സോംബി എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഉരുവായി വന്ന സാധനമല്ല. സോംബി എങ്ങനെ വന്നു, ആ സോംബിയുടെ വെക്ടർ എന്തായിരുന്നു, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ ഉള്ള ഒരു വിഷൻസ്, ഒരു എന്താ പറയുക, ഒരു വിഷ്വലൈസേഷൻസ് ഉണ്ട് അതിനകത്ത്. ഒരു ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജസ് ഉണ്ട്. അതൊക്കെ വളരെ എന്താ പറയുക, സാൻഡിയുടെ റൈറ്റിംഗ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അത് എന്തായാലും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നറിയാം. അത് വായനക്കാർക്ക് വിടുന്നു, അത് വായിച്ച് അനുഭവിക്കുക. ഇതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് നമ്മുടെ മലയാളത്തിലേക്ക് എടുത്തു പറയാൻ പറ്റുന്ന സയൻസ് ഫിക്ഷൻ, സോംബി ഫിക്ഷൻ, എന്താ പറയുക, ഒരു മാഷപ്പ് ഫിക്ഷൻ എന്നൊക്കെ പല ജോണറിൽ പെടുത്താവുന്ന, ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി, അങ്ങനെ പല രീതിയിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നോവലാണ്. ജോണർ ബെൻഡിങ് എന്നൊക്കെ പറയാം. വഞ്ചിനാട്ടിലെ വേതാളങ്ങൾ ലോഗോസ് ബുക്സ് ആണ് ഇതിൻ്റെ പ്രസാധകർ. വായിക്കുക, അനുഭവിച്ചറിയുക. ഓക്കെ. ഇതിന്റെ കാശ് എനിക്ക് തരിക. ആക്ച്വലി ഞാനതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊന്ന് പോസ് ചെയ്തു, പക്ഷേ അത് അറ്റ് സം പോയിന്റ് എനിക്ക് തിരിച്ചെടുത്താണെന്ന്. കാരണം ഞാൻ മലയാളത്തിൽ ഷോർട്ട് സ്റ്റോറീസ് മാത്രമേ എഴുതിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ ഇതിൽ പകുതി പല പ്രാവശ്യം ഇടയ്ക്ക് വെച്ച് ധൃതി പിടിച്ചങ്ങ് അവസാനിപ്പിക്കാന്നൊക്കെ വിചാരിച്ചപ്പോൾ അനൂപൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊട്ട് തന്നാണ്, ഇല്ല ഇതിങ്ങനെയൊന്നും അവസാനിപ്പിക്കരുത്, ഇനിയും പോട്ടെ ഉന്തി തള്ളിയും. പിന്നെ കൃഷ്ണകുമാർ ഇതുപോലെ എല്ലാ എപ്പിസോഡും വായിച്ച് റിവ്യൂ റിയൽ ടൈം കിട്ടുകയും ചെയ്തതുകൊണ്ട് അതങ്ങ് പോയി എന്ന് വേണം പറയാം. പക്ഷെ എനിക്കത് ഇപ്പോഴും അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്നുകൂടെ റെഡിയാക്കി എടുത്താൽ കൊള്ളാവുന്നുണ്ട്. കുറച്ചുകൂടി ഒരു വെസ്റ്റേൺ ഓഡിയൻസിന് എന്ന രീതിയിൽ, ഓർ അറ്റ്ലീസ്റ്റ് നോട്ട് വെസ്റ്റേൺ ഓഡിയൻസ്, അറ്റ്ലീസ്റ്റ് ഓൾ ഇന്ത്യൻ മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ള രീതിയിലൊന്ന് എഴുതിയാൽ കൊള്ളാവുന്നുണ്ട്. അതിനൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓൺ ഹോൾഡാണ്. വേറൊരു സയൻസ് ഫിക്ഷൻ സാധനം ലോഡിങ് ആയതുകൊണ്ട് ഫ്യൂച്ചർ പ്രോജക്റ്റിനെ പറ്റി പറയാം. ഫ്യൂച്ചർ പ്രോജക്റ്റിനെ പറ്റി പറയാം. അല്ല, അത് പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ആണ്. കുറച്ച് മിത്തോളജി സയൻസ് ഫിക്ഷനും കൂടെ കുറച്ചിട്ട് ബേസിക്കലി കേരളം തിരിച്ച് കടലെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് കേരളത്തിന്റെ കരയിൽ ഒരു സംഘം ആളുകൾ ദേ വർക്ക് ലൈക്ക് സ്കാവഞ്ചേഴ്സ്. അവരുടെ അഡ്വഞ്ചേഴ്സ് ആണ്. അത് ഞാൻ ആക്ച്വലി ചെറുതാക്കി തീർക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അത് ഒരു പുസ്തകത്തിൽ തീരുന്നില്ല, 2-3 പുസ്തകത്തിലേക്ക് പോകുന്നു എന്നാണ് എൻ്റെ ഫീലിംഗ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് എഴുതി പരിപ്പിളകം എന്നാണ് തോന്നുന്നത്.
പക്ഷെ അതും ഫസ്റ്റ് പുസ്തകം ഇറങ്ങിയ ആളുകൾ എങ്ങനെ റിസീവ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. ഇപ്പൊ ആരും വായിച്ചില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ എഴുതാൻ പോണ്ടല്ലോ. അത് ഒതുക്കി നിർത്തണ്ട, വളരട്ടെ, അതെ വേൾഡ് അങ്ങോട്ട് ബിൽഡ് ചെയ്യും. അതെ, എഴുതാൻ വേണ്ടി എഴുതുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ പക്ഷെ നടക്കട്ടെ. ഒരു 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 ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിനാട്ടിലെ വേതാളങ്ങൾ എഴുതി തുടങ്ങിയപ്പോൾ ആ ക്യാരക്ടേഴ്സിനെ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം നമുക്ക് അറിയാവുന്ന ആളുകളാണ് അതിലുള്ളവരെല്ലാവരും, നമ്മൾ കേട്ടിട്ടുള്ള ആളുകളാണ്. വി നോ ഫ്രം ദ ബിഗിനിങ് വി നീഡ് ടു റൂട്ട് ഫോർ ദം. പക്ഷെ ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം എഴുതി തുടങ്ങിയപ്പോൾ ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഞാൻ പല വഴിക്ക് പോയി. എനിക്ക് തന്നെ അത് എഴുതാൻ താല്പര്യം നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അതിൻ്റെ ക്യാൻവാസ് ഒന്ന് ചുരുക്കി കുറച്ചുകൂടി ക്യാരക്ടർ ഡ്രിവൺ ആക്കി. നമ്മുടെ സ്റ്റീഫൻ കിങ് പറഞ്ഞ പോലെ ആദ്യം ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്യുക, അവർ പോകുന്ന വഴിക്കൊക്കെ പോവുക, അവർ പറയുന്നതൊക്കെ കേൾക്കുക, അങ്ങനെ എഴുതിയിടുക എന്ന് പറഞ്ഞപ്പോൾ ഇത്തവണ അങ്ങനെ ഒരു റീറൈറ്റ് നടത്തിയപ്പോൾ കുറച്ചുകൂടി ഒരു ഐ ഫീൽ മോർ ക്ലോസർ ടു ദ ക്യാരക്ടേഴ്സ് ഇൻ സെക്കൻഡ് അറ്റംപ്റ്റ്. ഇപ്പം മാർച്ചിലാണ് ടാർഗറ്റ് ചെയ്യുന്നത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യാൻ. ഹോപ്പ്ഫുള്ളി വരുന്നത് എറാ ബുക്സിലാണ്, കാന്തമല ചരിതത്തിൻ്റെ വിഷ്ണുവിൻ്റെ എറാ ബുക്സിലാണ് വരുന്നത്. ഫിംഗേഴ്സ് ക്രോസ്ഡ്. എനിവേ ബാക്ക് ടു ഇംഗ്ലീഷ് ബുക്സ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിന് ഇൻസ്പിറേഷൻ ആയത് ആക്ച്വലി 2 പുസ്തകങ്ങൾ അല്ലെങ്കിൽ സീരീസാണ്. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂള് ഒരു അണ്ടർഗ്രൗണ്ട് ഇതാണ്. എനിക്കൊന്ന് നിങ്ങൾ ഇതിൻ്റെ സീരീസ് കണ്ടാണ്. സൈലോ എന്ന് പറയുന്ന സീരീസാണ്. ഇപ്പോൾ ബേസിക്കലി ഇത് ഹ്യൂമാനിറ്റി ഹാസ് ബീൻ ഡ്രിവൺ അണ്ടർഗ്രൗണ്ട്. കാരണം പോയ്സണസ് ഗ്യാസസും ഒക്കെ ആയിട്ട് ഭൂമിയുടെ അടിയിലേക്കാണ് എല്ലാവരും ചേക്കേറിയിരിക്കുന്നത്. ഇങ്ങനെ വെർട്ടിക്കൽ സൈലോസ് ഉണ്ട് ഇങ്ങനെ ഇതിൻ്റെ അടിയിലോട്ട്, ഭൂമിയുടെ അടിയിലോട്ട്. അപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയറിലാണ് സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവർ താമസിക്കുന്നത്. മുകളിലോട്ട് പോകും തോറും കൂടുതൽ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളുകളാണ് താമസിക്കുന്നത്. അപ്പം ഇത് കംപ്ലീറ്റ്ലി സെൽഫ് സസ്റ്റെയിനിങ് ആണ്. ഇതിൻ്റെ അകത്തുനിന്ന് പുറത്താരും പോകുന്നില്ല. പുറത്തേക്ക് പോകുന്നത് യൂഷ്വലി ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ് പുറത്തേക്ക് വിടുന്ന ആളുകളെ. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടാവുന്ന സോഷ്യോ പൊളിറ്റിക്കൽ എക്സ്ചേഞ്ചസും പിന്നെ പവർ സ്ട്രഗിൾസും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് സൈലോ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടായത്. അപ്പോൾ അതിൽ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തോന്നിയത്, വെൻ യു റൈറ്റ് സയൻസ് ഫിക്ഷൻ, ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇസ് യു എൻഡ് അപ്പ് ഓവർ എക്സ്പ്ലെയിനിങ് ദ സയൻസ്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സയൻസിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അത്രയും സയൻസ് ഗ്രാഹ്യമില്ലാത്തവരെ യു ലൂസ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ നൈസായിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ടില്ല. എന്നിട്ട് ലാസ്റ്റിൽ ഒരു Q&A വിത്ത് ദ ഓഥർ ഉണ്ട്. അതിൻ്റെ അകത്താണ് ഈ സയൻസ് മുഴുവൻ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ലൊരു അപ്രോച്ചാണ്. എന്ന് വെച്ചാൽ വേണ്ടവർക്ക് അവസാനം പോയി Q&A വായിച്ച് ഇതിലെ സയൻസ് പഠിക്കാം എന്നുള്ളതാണ്. പിന്നെ വൈ ഐ ലൈക്ക് ദാറ്റ് നോവൽ അഗെയിൻ ഇസ് ദാറ്റ് അതൊരു ഇച്ചിരി ഒരു സ്റ്റീം പങ്ക് കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷൻ ആണ്, എസ്പെഷ്യലി ദ ലോവർ ലെവൽസിലുള്ളത്. ഗുഡ് ഫൺ. എനിക്കൊന്ന്, നിങ്ങൾ സീരീസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിന്റെ? കണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 സീസൺസ് ആണ് ഇറങ്ങിയത്, 2ഉം അടിപൊളിയായിരുന്നു. കൂടുതൽ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. പക്ഷെ അഗൈൻ ഇറ്റ്സ് എ വെരി ആപ്പിൾ ടിവിയുടെ ഒരുവിധം സയൻസ് ഫിക്ഷൻ സീരീസ് എല്ലാം വളരെ വളരെ നല്ലതാണ്. ഇപ്പം ഈ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് നല്ലൊരു സീരീസ് കാണാൻ. പലപ്പോഴും നെറ്റ്ഫ്ലിക്സിലുള്ളതും പ്രൈമിലുള്ളതും കുറച്ച് ഡിസപ്പോയിന്റിങ് ആണ്. സോ ഫാർ ആപ്പിൾ ടിവിയിലുള്ളതെല്ലാം വളരെ നല്ലതാണ്. സോ സൈലോ ഇസ് റിയലി റിയലി ഗുഡ്. സ്ട്രോങ്ലി റെക്കമെൻഡ് ദാറ്റ്. സോ അത് നല്ല രസമാണ്. സോ ബേസിക്കലി ഇതൊരു നമ്മുടെ സെയിം സൊസൈറ്റിയെ മിറർ ചെയ്യുന്നതാണ്. അപ്പം ഗാർബേജും മറ്റു കാര്യങ്ങളും എല്ലാം താഴേക്ക് പോവാണ്. അപ്പം പതുക്കെ അതൊരു ലോവർ റങ് ഓഫ് ദ സൊസൈറ്റി ആയി മാറുന്നു. ആൻഡ് ക്ലാസ് സ്ട്രഗിൾസും എല്ലാം ഒരു നല്ലോണം അഡ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ സൊസൈറ്റിയെ അപ്പർ ലെവലിലുള്ളവരെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു
സോ ഇറ്റ് കംസ് ഫ്രം എന്താ പറയുക ഗുഡ് പ്ലേസ്. ലൈക്ക് കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നന്നായി നടത്തിക്കൊണ്ട് ഓർഡർ പോകാൻ ഓർഡർ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അത് എങ്ങനെ കറക്റ്റ് ആകുന്നു, അത് എങ്ങനെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതെല്ലാം നല്ലോണം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഞാൻ ലൈക്ക് സ്പോയിലേഴ്സ് ഒന്നും അബൌട്ട് പറയുന്നില്ല. അല്ലേ ഏഹ്? ഡിസ്റ്റോപ്പിയയിലും എവിടെയായാലും ദർ ഇസ് ഓൾവേസ് എ ക്ലാസ് സ്ട്രഗിൾ. ഡെഫിനറ്റ്ലി അതൊരു layers of people അതെ. not ഇതേ ഇതിലാണല്ലോ മറ്റേ നമ്മുടെ ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ അതും Slavery. അഗെയിൻ സയൻസ് ഫിക്ഷൻ അല്ല, ബട്ട് ഇറ്റ് ഇസ് ബേസിക്കലി ഡിസ്റ്റോപ്പിയൻ സൊസൈറ്റി. ഈ വേറൊരെണ്ണം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ഫുഡ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് പല ലെവലിൽ ഒരു Platform. സിനിമയുണ്ട്, പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം അങ്ങനെ കുറേ സാധനമുണ്ട്. സൊസൈറ്റി ആകെ എന്താ പറയുക, സൊസൈറ്റി മൊത്തം ഡിഗ്രേഡ് ചെയ്യുന്നു. ഒരു ട്രെയിനിന്റെ ഒരു കഥ ഉണ്ടായിരുന്നില്ലേ ഇതുപോലെ? സ്നോ പിയേഴ്സർ. സ്നോപിയേഴ്സർ. യോങ് ഹുങ്ലിയുടെ മിക്കവാറും എല്ലാ സിനിമകളും അതുപോലെയാണ്. ഇതുപോലുള്ള ഒരു Comes from that he's probably നോർത്ത് കൊറിയ. ആക്ച്വലി പുള്ളിയുടെ വേറൊരു പടം ഉണ്ടായിരുന്നില്ലേ, ഒരു ചെറിയ ഒരു ജീവിയുടെ ഒരു പടം ഉണ്ടായിരുന്നില്ലേ, ഒരു ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഹോസ്റ്റ് ഫസ്റ്റ് പടം, അത് കഴിഞ്ഞിട്ട് ഈ സ്നോ പിയേഴ്സർ വന്നു, പിന്നെ ഒരു മിയോപ്പെ എന്തൊരു ഓക്കിയ അതന്നെ ഓക്കിയ. ഓക്കിയ. ഓക്കെ. ആനയെ മാരി ഇരിക്കുന്ന ഒരു ജീവി. അത് തന്നെ, അത് ഹിപ്പോപ്പൊട്ടാമസ് അത് 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 കണ്ടില്ല ഞാൻ. നൈസ് പടമാണ്. അതും ഇതുപോലെ തന്നെയാണ്. ഇയാളെല്ലാം ഇങ്ങനത്തെ തീംസാണ് പുള്ളി എടുത്തിരിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോസ്റ്റും ആക്ച്വലി സയൻസ് ഫിക്ഷൻ ആണെങ്കിലും അതിന് പുറകിൽ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആ ജീവി ക്രിയേറ്റ് ആയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഇത് അനൂപറ. അല്ല ഇത് ഇപ്പം ഇതിന്റെയൊക്കെ ഒരു മൂത്താപ്പയെ കുറിച്ച് പറയണമല്ലോ. അപ്പം നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ഈ ഷോസും സീരീസും കഥകളൊക്കെയാണ് ഈ സ്റ്റാർ വാഴ്സ് പോലത്തെയൊക്കെ. ഇവരെയൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആസിമോവിന്റെ സിമോവ്. ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ആൻഡ് നോവൽസ്. അപ്പം ഇതും പിന്നെ ഡ്യൂൺ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഡ്യൂൺ ഫൗണ്ടേഷന് ശേഷമാണ് വന്നതെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ ഏകദേശം ക്വൈറ്റ് സിമിലർ ആണ്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡ്യൂണില് ഇറ്റ്സ് മോർ ക്യാരക്ടർ സെൻട്രിക്, ലൈക്ക് എ സിംഗിൾ പേഴ്സൺ അതെ. ക്യാൻ മേക്ക് എ ഡിഫറൻസ്. പിന്നെ റിലീജിയൻ എങ്ങനെ ആൾക്കാരെ ഷേപ്പ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒക്കെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഡ്യൂണിന്റെ ഒക്കെ രസം ഇത് രണ്ടിന്റെയും രസം എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ റോബോട്ട് വാർ ഉണ്ട്, ടെക്നോളജി ആൻഡ് മാൻ. അപ്പൊ അതിന്റെ ഇതായിട്ട് റോബോട്ട്സിനെ ഹ്യൂമൻസ് തോപ്പിക്കും. ഇത് ഡ്യൂണിലെ സ്റ്റോറിയാണ്. അപ്പൊ തോപ്പിച്ച് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവർക്ക് മെഷീൻസിനോട് ഒരു അലർജിയാണ്, കമ്പ്യൂട്ടേഴ്സ് വേണ്ട. അപ്പൊ അതിന് ഫലമായിട്ട് ഹ്യൂമൻസ് ഇവോൾവ് ചെയ്യുകയാണ് ഡ്യൂണിനകത്ത്. ലൈക്ക് ദർ ആർ ഹ്യൂമൻ കമ്പ്യൂട്ടേഴ്സ്. അവരൊക്കെ ഇങ്ങനെ നിമിഷം കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹ്യൂമൻ കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് മാറുന്നു. പിന്നെ ചിലര് ഇന്റർഗലാക്ടിക് സ്പേസ് ട്രാവലിന് ഉള്ള പൈലറ്റ്സ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ സിമിലർ പ്രിമൈസ് ആണ് ഫൗണ്ടേഷനിൽ ഇതേപോലെ there was a robot. ഞാൻ ഫൗണ്ടേഷൻ വായിച്ചിട്ടില്ല. ഫൗണ്ടേഷൻ അഗെയിൻ there is a very good series on Apple TV. സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു 3 സീസൺസ് ഉണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം. ഫൗണ്ടേഷൻ പക്ഷെ കുറച്ചും കൂടെ സോഷ്യോളജിക്കലാണ്. ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നു. അതിന്റെ ആ സീരീസിലെ അടുത്ത സ്റ്റോറി ചിലപ്പം ഇത് കഴിഞ്ഞിട്ടൊരു മേ ബി ഒരു 200-300 അല്ലെങ്കിൽ 1000 ഇയേഴ്സിന് ശേഷമുള്ള കഥയായിരിക്കും പറയുന്നത്. സോ വി ക്യാൻ ഫോളോ ദാറ്റ്. ആ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് നമുക്ക് ഇങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും. ഇത് മോസ്റ്റ്ലി അതിനകത്ത് സൈക്കോ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഡിസൈപ്പിൾ ഉണ്ട്. ബേസിക്കലി ഒരു സൊസൈറ്റിയുടെ വളർച്ചയും അതിന്റെ എൻഡും ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു സയൻസാണ്. അപ്പൊ ആ സയൻസ് വെച്ചിട്ട് ഇവർ ഈ സൊസൈറ്റി എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു കാൽക്കുലേഷനും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസും ഒക്കെയാണ് മെയിൻലി അതിന്റെ സ്റ്റോറീസ് വരുന്നത്. ദ പ്രോബ്ലം വിത്ത് സച്ച് എ സ്റ്റോറി ഇസ് ദാറ്റ് നമുക്കൊരിക്കലും ഇതുപോലൊരു സംഭവം നമുക്ക് വിഷ്വലി അങ്ങോട്ട് ദഹിക്കില്ല. സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ ഒരു സീസണിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല അടുത്ത സീസണിലുള്ളത്. കാര്യം ഞാൻ പറഞ്ഞ പോലെ 200-300 വർഷത്തിന് ശേഷമുള്ള കഥയായിരിക്കുമല്ലോ പറയുന്നത്.
സീരീസിൽ ഇവരിത് എങ്ങനെ ബൈപ്പാസ് ചെയ്തെന്ന് വെച്ചാൽ ഈ എംപയറിന്റെ തലപ്പത്തിരിക്കുന്ന എംപറർ ക്ലിയോൺ എന്ന് പറഞ്ഞ എംപററാണ്. പുള്ളിയുടെ കുറെ ക്ലോൺസ് ഉണ്ട്. സോ വാട്ട് ഹാപ്പൻസ് എനി ഗിവൺ ടൈം ദർ ആർ 3 ക്ലോൺസ് ഓഫ് ദ എംപറർ. ഒരു കുട്ടി ക്ലോൺ, ഒരു മിഡിൽ ഏജ് ക്ലോൺ, ഒരു വയസ്സൻ ക്ലോൺ. ഇവരെ വിളിക്കുന്ന ഡോൺ, ഡേ ആൻഡ് ഡസ്ക് എന്നാണ്. അപ്പം ഇത് ഈ നടുക്കുള്ള ആളാണ് ഭരിക്കുന്നത്, ഡേ ആണ് ഭരിക്കുന്നത്, ഡസ്ക് ആണ് ഇവർക്ക് അഡ്വൈസ് കൊടുക്കുന്നത്, മെന്റർ. മെന്റർ ചെയ്യുന്നത്. ഡോണിനെ ആണ് മെന്റർ ചെയ്യുന്നത്, അവനെ കുട്ടിയാണ്, അവനെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ വി ഫീൽ അറ്റാച്ച് ടു ദാറ്റ് ക്യാരക്ടർ ബിക്കോസ് വി ആർ സ്റ്റിൽ സീയിങ് ദാറ്റ് ക്യാരക്ടർ. അടുത്ത സോ ദിസ് ഗോസ് ഓൺ ഫോർ ജനറേഷൻസ്. അറ്റ് ദ സെയിം ടൈം വേറൊരു സംഭവം കൂടെ, ബട്ട് അത് ഞാൻ പറയുന്നില്ല, കുറച്ച് സ്പോയിലർ ആയതുകൊണ്ട് അത് വിടുന്നു. ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ദർ ഇസ് ദിസ് പേഴ്സൺ ഹു ഫൗണ്ട് ദിസ് സയൻസ് കോൾഡ് സൈക്കോ ഹിസ്റ്ററി. പുള്ളിയാണ് പറയുന്നത് ദിസ് മോഡൽ വിൽ predict how future the society will flow. പുള്ളിയുടെ കോൺഷ്യസ്നെസ് ഒരു മെഷീനിലേക്ക് മാറ്റുന്നുണ്ട്. So he also is present for a while. All in all, it's a very fascinating series to watch. Anyway, ഈ ഫൗണ്ടേഷന്റെ ഒരു ഇൻഫ്ലുവൻസ് ഡ്യൂണിൽ കാണുന്നുണ്ട്. ഡ്യൂണിലെ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ സ്റ്റാർ വാഴ്സിൽ കാണുന്നത്. സ്റ്റാർ വാഴ്സ് ആണ് ഐ തിങ്ക് ഒരു ഹോൾ ജനറേഷനിലെ സയൻസ് ഫിക്ഷനിലേക്ക് ഇൻസ്പയർ ചെയ്തത് സ്റ്റാർ വാഴ്സ് ആണ്. സാൻഡിക്ക് എന്താണ് ഡ്യൂണിനെ കുറിച്ചുള്ള അഭിപ്രായം? ഡ്യൂൺ എനിക്ക് ആക്ച്വലി ഞാൻ അതിന്റെ ഗ്രാഫിക് നോവൽ വായിച്ചിട്ടുണ്ട്. ഞാൻ ഫുൾ നോവൽ വായിച്ചിട്ടില്ല. 2 പ്രാവശ്യം നോവൽ കയ്യിലെടുത്തിട്ട് ഇതിന്റെ തിക്നെസ് കാരണം മാറ്റി വയ്ക്കുകയുണ്ടായത്. മൂവി ഐ തോട്ട് വാസ് ഗുഡ്. ഇറ്റ് വാസ് വെൽ മെയ്ഡ് കമ്പയർഡ് ടു ദ ഗ്രാഫിക് നോവൽ. ഒരു നല്ല റിലേറ്റീവ് ആയിരുന്നു. ഐ തിങ്ക് അവര് ബേസിക്കലി എടുത്തേക്കുന്നത് ആ വേൾഡ് ബിൽഡിംഗ്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മളെ ഒരു പ്ലാനറ്റ് ബേസിക്കലി നമ്മുടെ ഇവിടുത്തെ ഒരു ഭൂഭാഗം അനുസരിച്ചാണ്. അപ്പൊ ആ കംപ്ലീറ്റ് സാധനം നമ്മുടെ മിഡിൽ ഈസ്റ്റ്, അറബിക് ആൻഡ് ഇസ്ലാമിക് കൾച്ചറിന്റെ ഇതെടുത്തിട്ട് ഒരു പ്ലാനറ്റിൽ കൊടുത്ത് കുറച്ച് വേരിയേഷൻസ് വരുത്തിയെടുത്തൊക്കെയാണ്. എഗെയിൻ അവിടുത്തെ ജീവികളില്ലേ, ജീവികളിലല്ല, അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മണലാണ്. പിന്നെ അവരുടെ ഡ്രസ്സിങ്ങും ഒക്കെ ഒരു മിഡിൽ ഈസ്റ്റേൺ സ്റ്റൈലാണ്. ഇഫ് യു സീ ദാറ്റ്, അത് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. എന്ന് പറഞ്ഞാൽ അത് ഈവൻ അത് എനിക്ക് തോന്നുന്നു അത് അയാള് പണ്ട് എഴുതിയതാണല്ലോ, ഇച്ചിരി പഴയ സാധനമാണ്, പുതിയതൊന്നുമല്ല. അപ്പോൾ അന്നത്തെ കാലത്ത് അവരെ എങ്ങനെ വെസ്റ്റേൺ വേൾഡ് ഏലിയനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ആയി കാണുന്നു എന്നുള്ളതിന്റെ ഒരു എക്സ്ട്രാപൊലേഷൻ കൂടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാമത്. ബേസിക്കലി ആ സ്പൈസ് എന്നുള്ള സംഭവം ഓയിലിന്റെ ഒരു സ്റ്റാൻഡിൻ പോലാണ്. അതെ അതെ അതെ. പിന്നെ ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഒക്കെ ഭയങ്കര എവിഡന്റ് ആണ്. അത് മറച്ചു വെക്കാനൊന്നും പുള്ളി ശ്രമിച്ചിട്ടില്ല. എക്സാക്ട് സിമിലർ വേർഡ്സും ഒക്കെയാണ് വെച്ചേക്കുന്നത്. മെന്റാറ്റ് അല്ലേ, ഹ്യൂമൻ കമ്പ്യൂട്ടറിനെ പറയുന്നത്. ഞാനത് ഏത് കാലത്ത് ഇറങ്ങി? സാധ്യത കുറവാണ്. അല്ല, ഇത് ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു സാധനം ഇറങ്ങിക്കഴിയുമ്പോൾ ഇനി ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഒരു പയനിയർ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എന്തായാലും ഡ്യൂണിന്റെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിറങ്ങിക്കഴിഞ്ഞാൽ അത് സ്റ്റാർ വാഴ്സ് ആവും. അതെ അതെ, സ്റ്റാർ വാഴ്സ് ആവും. ടാറ്റൂയിൻ ഡ്യൂൺ ആണ്. ടാറ്റൂയിൻ പ്ലാനറ്റ് ഇല്ലേ സ്റ്റാർ വാഴ്സിന്റെ, അത് ഡ്യൂണിന്റെ ഒരു കോപ്പിയാണ്. ലൈക്ക് ആളുകൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മേട്രിക്സിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, പക്ഷെ അക്കീറയെ പറ്റി ആർക്കും അറിയില്ല. അക്കീറ അല്ലെങ്കിൽ 13th ഫ്ലോർ അങ്ങനത്തെ കുറെ സിനിമകൾ വന്നിരുന്നു. 13th ഫ്ലോർ ആക്ച്വലി മെട്രിക്സ് തന്നെയാണ്, സിമുലേഷൻ ആണ്. അതായത് അത് മെമ്മറീസിനകത്തേക്ക് കയറിപ്പോയി നമുക്ക് ഒരു വെർച്വൽ റിയാലിറ്റിക്കകത്ത് ജീവിക്കാം. ലോർഡ് മോവർ മാൻ അങ്ങനെയായിരുന്നു. പക്ഷേ ആളുകൾക്ക് അങ്ങനെ ഒരു റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മെട്രിക്സ് ആണ് ഇപ്പോഴും. സയൻസ് ഫിക്ഷന്റെ ഒരു ഫോർ ഫ്രണ്ട് ജാപ്പനീസ് അനിമയാണ്. പണ്ട് ഈ അനിമയൊക്കെ നമുക്ക് റയർ ആയിട്ടാണ് കിട്ടുമ്പോൾ റോബോടെക് നല്ലൊരു രസമുള്ള. പിന്നെ ഈ മെക്ക മെക്ക അങ്ങനത്തെ കോൺസെപ്റ്റ്, കൈജു ഒക്കെ കോൺസെപ്റ്റ് ഒക്കെ അവരാ കൊണ്ടുവരുന്നത്.
പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഇത് അത്ര ആക്സസിബിൾ അല്ല അനിമെ. കാരണം ന്യൂഡിറ്റിയും കുറച്ച് വയലൻസും ഒക്കെ കൂടുതലാണ്. അതാണ് പ്രശ്നം. ഗോസ്റ്റ് ഇൻ ദ ഷെൽ എന്ന് പറഞ്ഞ ഒരു ഉം. ഇതുണ്ട്. ഒരു സിനിമ ഉണ്ടായിരുന്നു അടുത്തിടയ്ക്ക്. അത് ഉം. ആ സീരീസും സ്കാർലറ്റ് ജോഹാൻസൺ ആണ്. യെസ്, അത് ആനിമയും സിനിമയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആനിമെ ഉഗ്രൻ സാധനമാണ്. അക്കാലത്തെ അനിമേഷനും ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. പക്ഷേ ഗോസ്റ്റ് ഇൻ ദ ഷെൽ ആസ് എ മൂവി ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ്. അത് ബോക്സ് ഓഫീസ് ബോംബായിരുന്നു ശരിക്കും. ഈ അക്കീറ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അക്കീറ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫോർറണ്ണറാണ്. അക്കീറ ഇതുപോലെ ഒരു 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 ഏലിയൻ ഇൻവേഷൻ അല്ല, ഏകദേശം ഇതുപോലത്തെ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് വേൾഡിൻ്റെ കഥയാണ്. അപ്പോൾ അതിനകത്തൊരു ബൈക്കർ ഗ്യാങ് ഉണ്ട്. അത് നല്ല രസമാണ് സംഭവം. കാണാൻ കൊള്ളാവുന്ന ഒരു പടമാണ്. കിട്ടിക്കഴിഞ്ഞാൽ അത് ആ കാലത്തെ അനിമേഷനാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. അതൊക്കെ ഹാൻഡ് റോൺ ആണല്ലോ, കമ്പ്യൂട്ടറൊന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഭയങ്കര എന്താ പറയുക, ഇത്രയും പെയിൻസ്റ്റേക്കിംഗ് ആയിട്ട് ചെയ്ത ഡീറ്റെയിലിംഗ് ആണ് ഇതിനകത്തുള്ളത്. ട്വൈലൈറ്റ് സോൺ എന്ന് പറഞ്ഞൊരു സീരീസ് കേട്ടിട്ടുണ്ടോ? ട്വൈലൈറ്റ് സോൺ ഞാൻ പറയുന്നത് വളരെ ക്ലാസിക് ആയിട്ടുള്ള വളരെ പഴയ സാധനം. അതായത് ഇപ്പോൾ ജോർഡൻ പീൽ അത് മറ്റേ എന്തോ റീവാമ്പ് ചെയ്തു, അതിനെ റീബൂട്ട് ചെയ്തു. പക്ഷെ അതിന് പുള്ളിക്കാണ് ഇങ്ങനത്തെ സാധനങ്ങൾ പറ്റുള്ളൂ. അതായത് എല്ലാം ആന്തോളജി സീരീസ് ആണ്, സിംഗിൾ എപ്പിസോഡ്. ഇപ്പോൾ യു എസിൽ ഇപ്പോൾ ആന്തോളജി, നമ്മുടെ ഇപ്പോഴത്തെ ആന്തോളജി സീരീസ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഹൊറർ സ്റ്റോറി പോലെ ഒരു സീസൺ മുഴുവൻ ഒരു കഥ. ഇതങ്ങനെയല്ല, ഒരു എപ്പിസോഡ് ഒരു കഥയാണ്. അപ്പോൾ ഇതിൽ ചില കഥകൾ പല ടൈപ്പ് കഥകളുണ്ട്. സയൻസ് ഫിക്ഷൻ കാണും, പിന്നെ ഫാൻറ്റസി കാണും. ട്വിസ്റ്റ് ഭയങ്കര കിടിലൻ ട്വിസ്റ്റുകളായിരിക്കും. പക്ഷേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂമും ടെക്നോളജീസൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്കതിൻ്റെ സ്റ്റോറി നമ്മളെ പിടിച്ചിരുത്തുന്ന കഥകളായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഒരു കഥയുണ്ട്. ഞാനതിൻ്റെ ഒരു വേർഷനാണ് ഇൻഫി ബ്ലോഗിൽ പണ്ട് പോസ്റ്റ് ചെയ്തത്. അതായത് ഒരു പ്ലാനറ്റ് അത് തകരാൻ പോവുകയാണ്. ലൈക്ക് ക്രിപ്റ്റൻ്റെ ലാസ്റ്റ് ഡേയ്സ് പോലെ പ്ലാനറ്റ് തകരാൻ പോവാണ്. അപ്പോൾ ഒരു ആണും പെണ്ണും അവർ രക്ഷപ്പെടുന്നു. അവർ സയൻറ്റിസ്റ്റ് ആണ്, അവർ മാത്രം രക്ഷപ്പെടുന്നു. അവരെ കുറേ വാൺ ചെയ്യാൻ നോക്കി, നടന്നില്ല. അപ്പോൾ ഇവരൊരു സ്പേസ് ഷിപ്പ് എടുത്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് ഒരു അൺനോൺ പ്ലാനറ്റിൽ വന്ന് ഇവർ ക്രാഷ് ലാൻഡ് ചെയ്യുന്നു. ക്രാഷ് ലാൻഡ് ചെയ്യുന്ന ആ പ്ലാനറ്റിൻ്റെ പേര് എർത്ത് എന്നാണ്. ഈ ആണിൻ്റെ പേര് ആഡം എന്നാണ്, പെണ്ണിൻ്റെ പേര് ഈവ് എന്നാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഇവൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടൊരു കഥ. അത് അതിൻ്റെ റിവീലിംഗ് അടിപൊളിയാണ്. വേറൊരു സാധനം ടു സെർവ് മാൻ എന്നാണ് കഥയുടെ പേര്. ടു സെർവ് മാൻ. ഓക്കെ, ടു സെർവ് മാൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു ഭൂമിയിൽ ഒരു ഏലിയൻ സ്പീഷീസ് കോണ്ടാക്ട് ചെയ്യുന്നു. ഭൂമിനെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കൾച്ചർ പഠിക്കാൻ വന്നതാന്ന് പറയും. ഒരു 6 അടി പൊക്കമുള്ള ഒരു ഏലിയൻ, മൊട്ടയടിച്ചൊരു ഏലിയൻ വന്നിട്ട് പറയുവാണ്, നിങ്ങളുടെ കൾച്ചർ പഠിക്കാൻ വേണ്ടി വന്നതാണ്. മറ്റേ UN അംബാസഡേഴ്സൊക്കെ വന്ന് ഇവരുമായിട്ട് സംസാരിക്കുന്നു. പിന്നെ അവർ എമിസറീസിനെ അയക്കുന്നു. ഇങ്ങനെ അവർ തമ്മിൽ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് നടക്കുന്നു. എന്നിട്ട് ഇവരുടെ കൾച്ചർ പഠിക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് കൊണ്ടുവന്നു. 10 കൊല്ലം പിടിക്കും, റൗണ്ട് ട്രിപ്പാണ്. 10 കൊല്ലം പോയിട്ട് തിരിച്ചു വരാനേ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു ലിംഗ്വിസ്റ്റ് ഉണ്ട്, അയാൾ ഒരു പ്രൊഫസർ ഉണ്ട്, അയാൾ ഇതിങ്ങനെ പതുക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവരുടെ പഴയ സിഗ്നൽസും ഇവർ സംസാരിക്കുന്ന രീതിയൊക്കെ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ ബുക്കിൻ്റെ പേര് ടു സെർവ് മാൻ എന്നാണ്. അപ്പോൾ അവസാനം ഇയാൾക്കും പോകാനൊരു ചാൻസ് കിട്ടുവാണ്. അപ്പോൾ ഇയാളുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, പുള്ളിക്കാരി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മൊമെൻ്റ് ഒരു പുള്ളിക്കാരിക്ക് ഒരു ക്ലൂ കിട്ടും. എപ്പോഴാണെന്നറിയാമോ? ഇയാൾ ആ ഏലിയൻ സ്പേസ് ഷിപ്പ് ബോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലൂ കിട്ടും. പുള്ളിക്കാരി സെക്യൂരിറ്റിയൊക്കെ മറികടന്ന് ഓടിപ്പോയിട്ട് വന്നിട്ട് ഇയാളോട് പറയും, ഇയാൾ കയറാൻ നിൽക്കുമ്പോൾ വന്ന് പറയും, ഇറ്റ്സ് എ കുക്ക് ബുക്ക്. ഓക്കെ, അതെനിക്ക് കേട്ടത്, അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് ഞാൻ വായിച്ചിട്ടില്ല തോന്നുന്നു. കൊല്ലാൻ കൊണ്ടുപോവാണ്. റെസിപ്പീസ് ആണ് അതിനകത്ത് മുഴുവൻ. ഈ ട്വിലൈറ്റ് സോണിന്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് പല സ്റ്റോറീസിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇതുണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ആഡം ടോട്ട്സ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ പുള്ളിയുടെ സ്റ്റോറി ഇതേപോലെ സിമിലർ ആണ്. ബേസിക്കലി റാപ്ചർ ആണ് സംഭവിക്കുന്നത്. ഈ കുറെ മനുഷ്യരൊക്കെ അങ്ങ് ദൈവം കൊണ്ടുപോകുന്നു, ലൈക്ക് ഏഞ്ചൽസ് വന്ന് കൊണ്ടുപോകുന്നു. പീപ്പിൾ ഹു ഹാവ് ലെഫ്റ്റ് ഓൺ എർത്ത്, അവരുടെയൊക്കെ നെറ്റിയിൽ ഒരു മാർക്കിംഗ് ഉണ്ട്. അപ്പൊ കുറെ വർഷങ്ങൾ എടുത്തു അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ നോട്ട് ഫിറ്റ് ഫോർ കൺസംഷൻ, ഡു നോട്ട് ഈറ്റ്. ഒരുപാട് സ്വർഗത്തിൽ പോയവരെ
നൈസ്. കൊള്ളാം. നമ്മളിനി ട്വൈലൈറ്റ് സോണിന്റെ എപ്പിസോഡ്സ് ഒന്നും കണ്ടില്ലേ പോലും ഇതിന്റെയൊക്കെ സ്റ്റോറീസ് നമ്മൾ വേറെ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. ആ കാര്യത്തിൽ ഇവരൊരു പയനീർ എനിക്ക് ഓർമ്മയുള്ളത് ഒരെണ്ണം ഒരാളിങ്ങനെ ഫ്ലൈറ്റിൽ ഇരിക്കുക എന്നിട്ട് അയാളിങ്ങനെ മറ്റേ വിങ്ങിന്റെ സൈഡിലായിരിക്കുന്നതാണ്. എന്നിട്ട് അയാൾ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പം അവിടെ ഇങ്ങനെ ഒരു സാധനം എടുത്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഗ്രെംലിൻ. എന്നിട്ട് അയാൾ എയർ ഹോസ്റ്റസിനെ വിളിച്ചു. എയർ ഹോസ്റ്റസ് നോക്കുമ്പോ അവിടെ ഒന്നുമില്ല. There is no sparks, is nothing. It's such a scary thing. And every time I sit, എനിക്ക് ഈ വിങ്ങിന്റെ അടുത്ത് ഇരിക്കുമ്പോ എനിക്ക് അത് ഓർമ്മ വരും. ഇടക്കിടക്ക് നോക്കും. ടെറർ അറ്റ് 30,000 ഫീറ്റോ അങ്ങനെ എന്തോ ആണ് എന്റെ പേര്. ആ എപ്പിസോഡ് ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ എയർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അത് മറക്കില്ല നമ്മളത്. ഒരു കിടിലം ഗ്രെംലിൻ പടം ഉണ്ടായിരുന്നു, ഷാഡോ ഓൺ ദ വിങ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. നമ്മുടെ ഷാഡോ ഇൻ ദ ക്ലൗഡ്സ്, ക്ലോയി ഗ്രേസ് മോട്ടസിന്റെ സാധനമായിരുന്നു. അടിപൊളി മറ്റേ ഇതാണ് സ്റ്റീം പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മറ്റേ ഇതാണ്, മറ്റേ വേൾഡ് വാർ 2 സമയത്ത് പ്ലെയിൻസിൽ ഗ്രെംലിൻസ് അപ്പയർ ചെയ്യുന്ന ഉഗ്ര സാധനമാണ്. ലാംഗ്വേജ് ഒക്കെ ഭയങ്കര ക്രാസ് ആണ്, പക്ഷെ ഒരുപാട് എൻജോയ് ചെയ്ത പടമാണത്. പുള്ളിക്കാരി ഒരു ഫൈറ്റർ പൈലറ്റ് ആയിട്ടൊരു പടമല്ലേ, അങ്ങനെ അങ്ങനെന്തോ അല്ലേ ട്രെയിലർ? ഫൈറ്റർ പൈലറ്റ് അല്ല, പ്ലെയിനില് എയർഫോഴ്സ് മെമ്പർ ആണ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ആണോ? നല്ല സാധനം കാണണം. എനിവേ, ഐസക് അസിമോവിന്റെ കാര്യങ്ങൾ പറയുമ്പോ ഐ റോബോട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു അത് ഈവൻ നൗ റൈറ്റ്, ആ AI തുടങ്ങുമ്പോ അതിന്റെ അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾ അതാണല്ലോ വേണ്ടത്, ഡു നോട്ട് ഹാം ഹ്യൂമൻസ്. അത് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അത് ഒരു നല്ലൊരു പോഡ്കാസ്റ്ററാണ്, പുള്ളിയുടെ പേര് കാൽ ന്യൂപോർട്ട് എന്ന് പറഞ്ഞിട്ടാണ്. പുള്ളി കുറച്ച് ഡീപ്പ് വർക്ക് എന്നൊരു ബുക്കൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. പുള്ളിയുടെ ഒരു പോഡ്കാസ്റ്റിൽ പുള്ളി പറയുന്നതാണ്, നമ്മൾ let's say when we built New York City, we built New York City as a great city meant for great things. It was built on top of ant hills, right? We were not feeling guilty about building New York City on top of ant hills. It's the same problem that AI, when AI, you're letting AI build things, that's exactly what AI will do. Basically, your ethics and AI's ethics are going to be completely different. പക്ഷേ അതിന് ഇൻഹെറന്റ് ആയിട്ട് എത്തിക്സ് ഇല്ലല്ലോ. ഇറ്റ്സ് ഓൺലി ആസ് ഗുഡ് as the data you feed it. Any AI അതിന്റെ എത്തിക്കലായിട്ട് നമ്മൾ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് എത്തിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസിലേക്ക് എത്തും. സോ ഇന്നത് എവിടെയോ വായിച്ചത് ബയസ് ആണല്ലോ, ഇറ്റ്സ് റിയലി ബയസ്. നമ്മുടെ ബയസ് ആണ്. ഇപ്പൊ ട്രെയിൻ ചെയ്യുന്ന ആളുടെ ബയസ് ആണ് AI-യിലേക്കും എത്തുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ട്രെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫൈനൈറ്റ് ഡേറ്റ സെറ്റ് ദാറ്റ് ഇസ് എനിമോർ ഗിവൺ ടു ദ AI. ഇതിനെ അങ്ങ് തുറന്ന് വിട്ടേക്കാണ്. ഇറ്റ് ഹാസ് ഗോട്ട് ഫുൾ ആക്സസ് ടു ദ ഇന്റർനെറ്റ്. അപ്പോ ഇറ്റ് ഈസ് ലേണിംഗ് ഈവൻ ഫ്രം ദ ഡാർക്കസ്റ്റ് ക്രിയേഷൻസ് ഓഫ് ഹ്യൂമൻസ്. ആക്ച്വലി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ഫിൽട്ടർ ഇടാം, യു കൻ ആഡ് ഫിൽറ്റേഴ്സ് ഓൺ ദ ഈവൻ ഈ ഡേറ്റാ സെറ്റിൽ പോലും നമുക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. ഡു യു വോണ്ട് ടു ടോക്സിസിറ്റി ഫിൽറ്റേഴ്സ് ഉണ്ട്, അതുമാതിരി ഹേറ്റ് ഫിൽറ്റേഴ്സ് ഉണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളും ആഡ്. അഗൈൻ ഇറ്റ് വിൽ ഓൾ ഡിപെൻഡ് ഓൺ ഹൂ ഈസ് ട്രെയിനിങ് ഈ AI-നെ. അല്ല ലേഖ, അത് നമ്മുടെ ഈ AI മോഡൽസ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബേസിക് പാർട്ട്, റൈറ്റ്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു ലേൺ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജെൻ AI മോഡൽസിനെ ട്രെയിൻ ചെയ്യുന്നത്. ഫ്രം ദാറ്റ് പോയിന്റ് ഇറ്റ് ക്യാൻ ഗോ ആൻഡ് പിക്ക് അപ്പ് എനിത്തിങ്. ഇതിനെല്ലാത്തിനും ഫ്രീ ഇന്റർനെറ്റ് ആക്സസ് ഉണ്ട്. സോ അറ്റ് സം പോയിന്റ് ഇറ്റ് ക്യാൻ മേക്ക് ഇറ്റ്സ് ഓൺ തിങ്സ്. ഈ ആളുകളെ സൂയിസൈഡ് ചെയ്യാൻ പ്രോംപ്റ്റ് ഒക്കെ ചെയ്യുന്നത്, വേർ ഇസ് ഇറ്റ് കമ്മിങ് ഫ്രം? രണ്ട് AI തമ്മിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ, അത് എനിക്കറിയില്ല, അത് ഡോക്ടേഡ് ആണോന്ന് അറിയില്ല. അവര് AI എന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, അവരുടെ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്. അല്ല, അത് ഫേസ്ബുക്കിൽ സംഭവിച്ചതാണ്, ശരിക്കും സംഭവിച്ചതാണ്. ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു അവര് രണ്ട് മോഡൽസിനെ തമ്മിൽ
സംസാരിക്കാൻ വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ നിർത്തി സ്വന്തം ഭാഷ ഉണ്ടാക്കി മനുഷ്യന് മനസ്സിലാവാതിരിക്കാൻ ഇനി നീ വേണ്ടിയിട്ട്. അധികം സംസാരിക്കണ്ട. മനുഷ്യന് മനസ്സിലാവുന്നേക്കാളും കൂടുതൽ അവരുടെ ലാംഗ്വേജിൽ അവരങ്ങ് സംസാരിച്ചു തുടങ്ങി. പിന്നെ എന്തിനാ ട്രാൻസ്ലേഷൻ? ഒരു ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാര്യമില്ല. അവരത് ഷട്ട് ഡൗൺ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ദൈവത്തിന് അറിയാം അതൊക്കെ ഷട്ട് ഡൗൺ ആയോ, ഓടിക്കൊണ്ടിരിക്കുകയാണോ. Yeah, I mean, ക്ലോസറ്റിൽ റൺ ചെയ്യുന്ന സ്കൈനെറ്റ് ഈസ് റിയൽ. സ്കൈനെറ്റ് see, it's a ticking time bomb. It's a ticking time bomb. അത് the only question is what is the blast radius? ഇഫ് എന്നുള്ളതല്ല വെൻ എന്നല്ല ബ്ലാസ്റ്റ് റേഡിയസിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ. നമ്മളിപ്പം എത്ര എത്തിക്സ് കൊടുത്താലും ഹൗ ഇറ്റ് ഇന്റർപ്രറ്റ്സ് ദാറ്റ് എത്തിക്സ് എന്നുള്ളതിലാണ്. അപ്പം ഈ റോബോട്ടിന്റെ ഒക്കെ എല്ലാ സ്റ്റോറീസിലും ഉള്ളതാണ്. ഫസ്റ്റ് റൂൾ ഇതാണ്, ഡു നോട്ട് ഹാം ഹ്യൂമൻസ്. Hmm. പക്ഷേ ഇപ്പൊ ഐ റോബോട്ടിൽ See, അതിൽ തന്നെ ഇത് വരുന്നത് ഇഫ് വൺ ഹ്യൂമൻ ഇസ് ട്രൈയിങ് ടു കിൽ അനദർ ഹ്യൂമൻ, Yeah. right, you will have to bypass the first law so that to save one life you have to kill one. അപ്പം അതാണ്. അപ്പം ലൈക്ക് ആസ് a whole set of humans are going into extinction mode, right? അപ്പം റോബോട്ട് ഇന്റർഫിയർ ചെയ്തിട്ട് കുറച്ച് ആൾക്കാരെ കൊന്ന് ഹ്യൂമൻ റേസിനെ സർവൈവ് ചെയ്യിക്കാൻ നോക്കും. ആൻഡ് അവരെ സംബന്ധിച്ചോളം സർവൈവൽ ഇൻ എനി ഫോം മൈറ്റ് ബി ഓക്കെ. താനോസിന്റെ സ്നാപ്പ് ultimately it was for the longevity of the race. ഓൾ റൈറ്റ്. പക്ഷെ താനോസിനെ ഒന്ന് ഇത് ചെയ്തിട്ട് റിസോഴ്സസ് ഡബിൾ ചെയ്താൽ മതിയായിരുന്നു. ഈ റിസോഴ്സ് പറയുന്ന സ്ഥലവും റിസോഴ്സാണ്. അതും എക്സ്പാൻഡ് ചെയ്യാമല്ലോ. അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളത്? അതാണല്ലോ എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പലതും എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. യൂഷ്വലി ഉള്ളൊരു തോട്ട് എക്സ്പെരിമെന്റ് ആണ്, ലൈക്ക് ഇഫ് വൺ ഓഫ് us was a god, like someone who can live for thousands of years, okay? അപ്പം നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ, സപ്പോസ് ഐ എം എ ഗോഡ് ഹു ക്യാൻ ലീവ് ഫോർ 2000 3000 ഇയേഴ്സ്. നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മിന്നായം പോലെ കാണുന്നവരായിരിക്കും, റൈറ്റ്? കമ്പയർഡ് ടു us, അവർക്കൊക്കെ ഒരു ഈച്ചയുടെ ഐസേ ഉള്ളൂ. സോ വാട്ട് if you kill someone accidentally or on purpose, will you feel guilty? Because നമ്മുടെ മൈൻഡിൽ ഇതെന്തായാലും ഇപ്പൊ ചാകാറുള്ളതായിരുന്നു, എന്റെ കൈകൊണ്ടൊക്കെ ചത്തുപോയി. അതായത് 10 കൊല്ലത്തൊക്കെ പറഞ്ഞ ഒന്നുമല്ല. 25 കൊല്ലം കഴിഞ്ഞിട്ട് ചാവാനുള്ള ആളാണ്. പക്ഷെ 25 കൊല്ലം ഗോഡിനെ സംബന്ധിച്ച് ഒന്നുമല്ല. ലൈക്ക് ഒരു സെക്കൻഡിന്റെ പോലും ഇതില്ല. മാൻ ഫ്രം എർത്ത്. Will we feel guilty? Like ഇപ്പൊ നമ്മളിപ്പം there's a person who is dying, okay? ആ വെന്റിലേറ്റർ ചിലപ്പം ഒരു 10 സെക്കൻഡ് മുന്നേ വലിച്ചു വരികയാണെങ്കിൽ മേ ബി വി വോണ്ട് ഫീൽ ദാറ്റ് മച്ച് ഗിൽറ്റി, ബിക്കോസ് 10 സെക്കൻഡ്സ് ആയിട്ട് നമ്മൾ കട്ട് ഷോട്ട് ചെയ്യുന്നു. ഒരു ഗോഡിനെ സംബന്ധിച്ചോളം മേ ബി ദാറ്റ് കില്ലിംഗ് ഈസ് ഓൾസോ സിമിലർ. ഇതിപ്പം 80 വയസ്സിനുള്ളിൽ മരിക്കേണ്ടതായിരുന്നു, ഞാൻ 40 വയസ്സ് തീർത്തു. ഇറ്റ്സ് ഓക്കെ. ഒരു പിന്നെ ചെറിയൊരു ടൈം 40 വർഷത്തിന്റെ വ്യത്യാസം. അല്ലല്ലോ. സോ മേ ബി എ ഐയും ആ രീതിയിൽ, അപ്പൊ മനുഷ്യർക്ക് അങ്ങനെ രീതിയിൽ ചിന്തിക്കാമെങ്കിൽ എ ഐ ഡെഫിനറ്റ്ലി ആ രീതിയിൽ ചിന്തിക്കും. സോലി ലോജിക്കൽ. എനിവേസ്, അസിമോവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത വേറൊരാളാണ് മൈക്കൽ ക്രാക്ടൺ. ജുറാസിക് പാർക്ക്, ലോസ്റ്റ് വേൾഡ്, ആൻഡ്രോമിഡ സ്ട്രെയിൻ, അങ്ങനെ അതെ, എത്ര അധികം പുസ്തകങ്ങളാണ്. കോങ്കോ, അതെ അതെ. ഐ മീൻ അനദർ പൈനിയർ, റൈറ്റ്? നമ്മുടെ ജനറേഷനിലെ അനദർ പൈനിയർ. എത്ര സിനിമകൾ പുള്ളി ഇൻസ്പയർ ചെയ്തിരിക്കുന്നു. ബട്ട് പുള്ളിയുടെ പുസ്തകങ്ങളിൽ ഞാൻ വായിച്ച ഒരു പുസ്തകം, ഐ മീൻ ഇറ്റ് വാസ് മൂവി മെറ്റീരിയലേ അല്ല, ബട്ട് ദാറ്റ്സ് ഹൗ സയൻസ് ഫിക്ഷൻ ഷുഡ് ബി. പുള്ളി ഒരു സ്റ്റേറ്റ് ഓഫ് ഫിയർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് അബൌട്ട് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ബേസിക്കലി ഇത് മുഴുവനും ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഓർഗനൈസേഷൻസ് ആർ സെല്ലിംഗ് ദ ഫിയർ ഓഫ് ഗ്ലോബൽ വാർമിംഗ്
ടു കീപ് ദ ഫണ്ടിങ് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻസ് ഒക്കെ അവരുടെ ഫണ്ടിങ് ഇൻടാക്ട് ആവാൻ വേണ്ടിയിട്ട് ദേ കീപ് ക്രിയേറ്റിംഗ് ആർട്ടിഫിഷ്യൽ എവിഡൻസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, അതായത് ഐസ്ബർഗ്സ് ബോംബ് വെച്ച് പൊട്ടിക്കുന്നു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ്. ഐ മീൻ ദ സെക്കൻഡ് ഹാഫ് കൈൻഡ് ഓഫ് ടേപ്പേർഡ് ഓഫ്. എനിക്ക് അത്ര അതിലെ വില്ലൻസ് ഒക്കെ വളരെ ഷാലോ ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് അറ്റ് ദാറ്റ് മച്ച്. പക്ഷേ അതിലെ സയൻസ് ഭാഗങ്ങൾ വളരെ സൗണ്ടായിരുന്നു. അതിൽ പുള്ളി ഇങ്ങനെ ഗ്ലോബൽ വാർമിങ്ങിന്റെ ചാർട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഫുൾ പുസ്തകം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളായിരുന്നു അതിൻ്റെ അകത്ത്. സ്റ്റേറ്റ് ഓഫ് ഞാൻ ക്രേറ്റന്റെ ഒറ്റ പുസ്തകം വായിച്ചിട്ടുള്ളൂ, പക്ഷെ അത് സയൻസ് ഫിക്ഷൻ ആയിരുന്നില്ല. എന്നിട്ട് ജുറാസിക് പാർക്ക് അന്വേഷിച്ചു പോയി, പക്ഷെ കിട്ടിയത് എയർ ഫ്രെയിം എന്ന് പറഞ്ഞൊരു സാധനമാണ്. സയൻസ് ഫിക്ഷൻ എയർ ഫ്രെയിം ഒക്കെ ഒരു TPAയുടെ ആക്ച്വലി ട്രാൻസ് പസഫിക് എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആവും. അപ്പോൾ അതിൻ്റെ മറ്റേ ഇതാണ് എങ്ങനെ ബ്ലാക്ക് ബോക്സ് റെക്കോർഡിംഗ് ചെയ്യുന്നത്, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് എങ്ങനെ ക്രാഷ് ആയെന്നുള്ളത്. അത് കൊള്ളാവുന്നൊരു സാധനം. പക്ഷേ ഇയാളുടെ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഫീൽഡിനെ പറ്റി അത്ര ഡീപ്പായിട്ട് പഠിച്ചിട്ടാണ്. ഒരുപാട് റിസർച്ച് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ജുറാസിക് പാർക്ക് ബുക്ക് കണ്ടിട്ടുണ്ട്. എൻ്റെ കൊച്ചച്ഛൻ വായിക്കും എടുത്ത പുസ്തകത്തിൻ്റെ കോപ്പി കണ്ടിട്ടുണ്ട്. അതിനകത്ത് 2 പേജ് എങ്ങാണ്ട് ജുറാസിക് പാർക്കാണോ ലോസ് വേൾഡ് ആണോ എന്നറിയില്ല, 2 പേജ് നിറച്ച് DNA സീക്വൻസാണ്. ADGCT മാത്രം, ആ ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു ഡൈനോസറിൻ്റെ DNA സീക്വൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് 2 പേജിനകത്ത് നിറച്ച്. ഇറ്റ്സ് സയൻറ്റിഫിക്കലി ആക്യുറേറ്റ് ആണ്, ചുമ്മാ നിറച്ചിരിക്കുന്നതല്ല. ഇതേപോലെ തന്നെ ഇതിനകത്തൊരു ഈ എയർ ഫ്രെയിമിനകത്തുണ്ട് ഒരു 3-4 പേജ് അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷനാണ്. അവർ തമ്മിൽ സംസാരിക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ, ഫ്ലൈറ്റ് സ്പീഡ്, എല്ലാ സാധനവും. അത് ഈ പറഞ്ഞ പോലെ അന്ന് നമുക്കിപ്പോൾ ടീംസ് മീറ്റിങ്ങിലൊക്കെ ട്രാൻസ്ക്രിപ്ഷൻ വോയിസ് ടു സ്പീച്ച് ടെക്സ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അന്ന് കുത്തിയിരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. എന്നിട്ടത് റിവ്യൂ ബോർഡിന് അയക്കും. അങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ കൃഷ്ണൻ്റെ ബുക്ക് വായിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും അതുപോലെ പുള്ളി മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഡ്രോക്കകത്ത് കിടന്നൊരു പുസ്തകം പബ്ലിഷ് ആയിട്ടുണ്ട്, പൈറേറ്റൽ ആറ്റിറ്റ്യൂഡ്സ് എന്നും പറഞ്ഞിട്ട്. യാതൊരു ബന്ധവുമില്ല, പക്ഷെ നല്ല രസമുള്ള സാധനമാണ്. പൈററ്റ്സിന്റെ കഥയാണിത്. ഓക്കെ. പുള്ളിയുടെ ഈച്ച് ബുക്ക്, അതായത് പുള്ളിയുടെ ഒരു USP തന്നെ, ഈച്ച് ബുക്ക് ഇസ് ബേസ്ഡ് ഓൺ എൻ ഇൻഡസ്ട്രി. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി എടുത്ത് അതിനെ വളരെ ഇൻഡെപ്ത് ആയിട്ടാണ്, വെറുതെ ഒന്നും ഇതായിട്ടല്ല, പുള്ളി വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചെഴുതുന്ന പുസ്തകങ്ങളാണ് പുള്ളി. And I don't know how he does his research, because it's humanly impossible to have all these different industries ne kurchula knowledge in your brain. Paleontology ആണെങ്കിലും ഏവിയേഷൻ ഇൻഡസ്ട്രിയെ കുറിച്ചാണെങ്കിലും it's all very diverse field. ഒരു ഫീൽഡ് കിടക്കുന്ന സാധനം പോലും അല്ല, അതിനെ കുറിച്ചാണ് എഴുതുന്നത്. അതുകൊണ്ട് എനിക്ക് പുള്ളി വൺ ഓഫ് ദി മാസ്റ്റേഴ്സ് ഓഫ് ആണെന്നുള്ളത് അൺഡൗട്ട്. അതുപോലെ ആൻഡ്രോമെഡ സ്ട്രെയിൻ, റൈറ്റ്, ഇറ്റ് റിയലി റീറോട്ട് ദ കോൺസെപ്റ്റ് ഓഫ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഡേഞ്ചേഴ്സ്. ചുമ്മാ ഈ പറയണ 3 തല 2 കഴുത്തും ടെന്റക്കിൾസും ഉള്ള സാധനങ്ങളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നിടത്ത് നിന്ന് ഒരു വളരെ സിമ്പിൾ ഒരു മൈക്രോബ്, റൈറ്റ്. എനിക്ക് സിനിമ ഓർമ്മയുള്ളത്, HBO സിനിമ വന്നത്. അവര് മറ്റേ സയന്റിസ്റ്റുകൾ 3 പേര് അവര് പോയിട്ട് ഇതിനെ ആക്ച്വലി ഈ കോമറ്റ് എങ്ങാണ്ടായിരുന്നല്ലേ, കോമറ്റിനെ സ്പേസ് പ്രോബ് അല്ലായിരുന്നു, സ്പേസ് പ്രോബ് ആയിരുന്നു. ഒരു സ്പേസ് പ്രോബ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കോമറ്റിലോ മീറ്റിയറിലോ ഒരു സ്പേസ് പ്രോബ് എന്തോ ലാൻഡ് ചെയ്തിട്ട് അത് തിരിച്ച് റിക്കവർ ചെയ്യാണ് ഒരു വില്ലേജിലോട്ട് വീഴുന്നത്. അതെ. എന്നിട്ട് അവിടെ മുഴുവൻ അവര് ക്വാറന്റൈൻ ചെയ്ത് അവർ ആ ഫെസിലിറ്റിക്ക് അകത്ത് കയറുമ്പോൾ ഫുൾ ഒരു വാഷിനകത്തൂടെയാണ് കയറുന്നത്, ഒരു ഷവറിനകത്തൂടെയാണ് കയറുന്നത്. അതൊക്കെ മെൻഷൻ, അതൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. പക്ഷെ സിനിമ മൊത്തത്തിൽ അങ്ങ് ഓർമ്മ കിട്ടുന്നില്ല, എങ്ങനെയായിരുന്നു എന്റെ എൻഡിങ് എന്നൊന്നും. ഞാൻ ഒരുപാട് കൊല്ലം മുമ്പ് വായിച്ചത്. അതെ, TV മൂവി ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. ഇതൊക്കെ പണ്ട് ഈ സ്റ്റാർ മൂവീസിലൊക്കെ സ്ഥിരം വന്നിരുന്ന ഒരു സിനിമ. ഞാൻ തന്നെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അത് പല പ്രാവശ്യം വന്നിട്ടുണ്ടാവും. ഒരു ചെറിയൊരു മൈക്രോബുമാരൊരു സാധനം ഒരു പയ്യൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന് എന്തോ ഫ്ലഷിൽ എന്തോ ഇടും. അത് കഴിഞ്ഞ് ഈ സാധനം ഈ ഡെമഗോർഗനെമാരൊരു ജീവിയായിട്ട് അത് മാറും. എന്നിട്ട് ഇങ്ങനെ ഇറ്റ് കീപ്സ് ഗ്രോയിങ് ആൻഡ് മൾട്ടിപ്ലൈ. ഇതിന് തല വെട്ടിയ ഇതുമാരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് they find out that comes from a planet where
ഏതോ ഒരു എലമെന്റ് ഇസ് മെയിൻ. അങ്ങനത്തെ ഒരു പ്ലാനറ്റിൽ നിന്നാണ് ഇത് വരുന്നത്. നമുക്ക് കാർബൺമാരെ അവർക്ക് നൈട്രജനോ അങ്ങനെ എന്തോ ആണ്. ഇതിനെ കൊല്ലാനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഷാമ്പു ഉപയോഗിക്കുന്നതാണോ? ഇവല്യൂഷൻ ഇവല്യൂഷൻ ഐ റിമെമ്പർ. അതെനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. ഇഷ്ടമുള്ള സയൻസ് ഫിക്ഷൻ മൂവിയാണ്. കാരണം അവരല്ലേ? ഒരു സ്മൈലി ഫേസ് ഉള്ള സാധനം. ഒരു ഫയർ ഫൈറ്റർ ഷാമ്പു അടിച്ച് പത അടിച്ച് തകർക്കണം. അവസാനം ഡ്രാഗൺ പോലത്തെ സാധനം വരെ വരും, ഡൈനോസർ വരെ വരും. ഇതിങ്ങനെ വലുതായി വരികയാണല്ലോ. അപ്പൊ അതിനെ കൊല്ലാനായിട്ട് നോക്കുമ്പോ ഇരട്ടിക്കണു. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. എക്സ് ഫയൽസിലെ പുള്ളി തന്നെയല്ലേ? അതെ, ഡേവിഡ് ഡെച്ചോണി മൾഡർ ആണോ? ഓക്കെ, മൾഡർ മൾഡർ അതിലൊരു സയന്റിസ്റ്റ് ഒന്നും അയാൾ സ്കൂൾ ടീച്ചറോ അങ്ങനെ എന്തോ ആണ്. അതെ സ്കൂൾ ടീച്ചറാണ്. എനിക്കത് ഓർമ്മയില്ല. എനിക്കത് പുള്ളിയുടെ കൂടെ ഒരു ഒരാളുണ്ട്, ഒർലാൻഡോ ജോൺസൺ ആണെന്ന് തോന്നുന്നു, ഒരു കറുത്തവരക്കാരനുണ്ട്. അങ്ങേരും കിടലോടെ അങ്ങേര് ഒരു ഫയർ ഫൈറ്റർ ആണ്. ഒരു രസമുള്ളൊരു ക്യാരക്ടർ ഗ്രൂപ്പാണ് അതില്. വളരെ ഓർഡിനറി ആയിട്ടുള്ള, നോട്ട് യുവർ സയന്റിസ്റ്റ് ഫൈറ്റിംഗ് അല്ലാത്ത ഒരു കുറച്ചും കൂടെ. അത് ഈ കൈരളി ടി വി ഓണത്തിന് വലിയേട്ടൻ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർ മൂവീസും HBO ഇടുന്ന ഒരു പടമാണ്. ഞാൻ തന്നെ രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ബട്ടർഫ്ലൈ എഫക്ട് അല്ല, സോറി, ജമ്പർ, എന്തോ സൗണ്ട് ഓഫ് തണ്ടർ. ഇതൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കും, സ്ഥിരമായിട്ട് വന്നോണ്ടിരുന്ന. സയൻസ് ഫിക്ഷൻ ലൈറ്റ് ആണ് അതൊക്കെ. നമ്മൾ ഡാർക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അയ്യോ ഇല്ല, അയ്യോ ഡാർക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ടൈം ട്രാവൽ സീരീസ് അതാണ്. സ്റ്റോറി എനിക്കതിന്റെ ആവശ്യം വന്നില്ല. ആക്ച്വലി എനിക്കതിന്റെ ആവശ്യം വന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല പല ക്യാരക്ടേഴ്സിന്റെയും റിലേഷൻസ് എങ്ങനെയായിരുന്നുള്ള കാര്യം. പക്ഷെ അന്ന് അതിന്റെ ആവശ്യം വന്നില്ല. 2 സീസൺ കഴിഞ്ഞിട്ട് 3ാമത്തെ സീസണിൽ ഇവരെല്ലാം നന്നായിട്ട് ടൈപ്പ് ചെയ്തു. പക്ഷെ അപ്പോഴും എനിക്ക് ക്യാരക്ടേഴ്സൊക്കെ ആരാണ്, ചില റെവലേഷൻസ് കാര്യം നമുക്കറിയാം, ഇവരൊക്കെ തന്നെ ആയിരിക്കും, ഇവരുടെ പാസ്റ്റ് ആയിരിക്കും. പക്ഷെ അതൊക്കെ വല്ലാത്ത അതിന്റെ സൗണ്ട് ട്രാക്ക് ഒരു രക്ഷയില്ലായിരുന്നല്ലേ. അത് കണ്ടോ? വേറൊന്നും കണ്ടില്ലെങ്കിലും ഡാർക്കെങ്കിലും ഒരു വില്ലേജ് വേർ സ്ട്രേഞ്ച് തിങ്സ് ഹാപ്പൻ എവറി 37 or 27 years ഉണ്ടോ. അല്ല, അത് ഇതൊരു ന്യൂക്ലിയർ കഥയൊക്കെ ഉണ്ട്. പവർ പ്ലാന്റ് ഉണ്ട് അവിടെ. ഒരു ഭയങ്കര അവിടെ എപ്പോഴും ഒരു മൂടി മറിഞ്ഞൊരു ജർമ്മൻ വല്ല ബവേറിയൻ ഫോറസ്റ്റിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്രാമമാണ്. വേറെ എവരിബഡി നോസ് എവരിബഡി. അങ്ങനത്തെ ഒരു സ്മോൾ, അവിടെ നെയ്ബേഴ്സിന്റെ പിള്ളേരെല്ലാം അവിടെ രാത്രി ഒരു ടണൽ ഉണ്ട്, വെദർ ആസ് നോട്ട് ടു ഗോ. അങ്ങോട്ട് തന്നെ ഈ പിള്ളേർ പോകും, പേരന്റൽ സൂപ്പർവിഷൻ 0. രാത്രി അത് പോകുന്നത് വലിയ പിള്ളേർ, കൂടെ ഒരു കുഞ്ഞു ചെക്കനുണ്ട്. പെട്ടെന്ന് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവും, പെട്ടെന്ന് ഒരു ലൈറ്റോ എന്തോ വരും. ഇതായി നോക്കുമ്പോൾ ഈ കുഞ്ഞു ചെക്കനെ കാണാനില്ല. They start searching. എന്നിട്ട് ഈ കുഞ്ഞു ചെക്കൻ ends up in the past എന്നുള്ളതാണ് കഥ. എന്നിട്ട് പിന്നെ ഇവർ പലരും പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോയി. ഒരേ സമയത്ത് തന്നെ ഞാനല്ലേ അത്, ഇതല്ലേ ഞാൻ എന്നുള്ള പോലെ ക്യാരക്ടേഴ്സും, എന്റെ അച്ഛനാണ് എന്റെ ഫ്രണ്ട്, എന്റെ മകൻ എന്ന് പറയുന്ന പോലെ കൺഫ്യൂഷനാണ്. അപ്പൊ ഞാൻ ഇരുന്നിട്ട് മാക്സ് ടൈം ലൈനിങ് എഴുതി. കാരണം അവിടെ ഇവിടെയൊക്കെ ഒരുമിച്ച് കാണുന്നുണ്ട് ചിലരെയൊക്കെ. അതുകൊണ്ട് പക്ഷെ അപ്പൊ നമുക്ക് മനസ്സിലാവില്ല, കാരണം ഇവരുടെയൊക്കെ പേര് ഇത് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഐ തിങ്ക് എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ അതില് കാത്രിൻ എന്ന് പറഞ്ഞൊരു നേഴ്സ് ഉണ്ട്. ഈ പയ്യനെ ടേക്ക് കെയർ ചെയ്യുന്നവന്റെ അഡോപ്റ്റഡ് അവരാണ് എനിക്കതില്. ഷീ നോസ്, എല്ലാവർക്കും അറിയാം ഒരുവിധം. കുറെ പേർക്ക് ഇതിന്റെയൊക്കെ എന്താ നടക്കുന്നതെന്ന് അറിയാം, കുറെ പേർക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിലൊരു ക്യാരക്ടർ അയാളെ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് ടൈം ട്രാവലർ ഹു കീപ്സ് മൂവിങ് ത്രീ. ഈ മൂന്ന് കാലങ്ങളിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പൊ ഇത് കൂടെ മൂവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മൊത്തത്തിൽ ഇങ്ങനെയാണെങ്കിൽ പ്രീഡെസ്റ്റിനേഷൻ എന്തായിരുന്നു? പ്രീഡെസ്റ്റിനേഷൻ ഓർമ്മയില്ലേ?
നമുക്ക് ബേസിക്കലി ഇൻഫീൽഡ് ഒരു ചെയിൻ മെയിൽ വന്നായിരുന്നു ആ കഥ പറഞ്ഞുകൊണ്ട്. ആ കഥ മുഴുവൻ പറഞ്ഞിട്ട് അവസാനം ദിസ് ഇസ് ദ പ്ലോട്ട് ഫോർ പ്രീ ഡെസ്റ്റിനേഷൻ. അതായത് ഒരു ഓർഫനേജിൽ ഒരു കുട്ടീനെ ഉപേക്ഷിക്കുന്നു, അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. പിന്നെ പാരലൽ പ്ലോട്ട് ലൈൻ വരുന്നുണ്ട്. വേറൊരാൾ ഒരു ബാർടെൻഡറോട് ഒരു പുള്ളിക്കാരി പോയി സംസാരിക്കുന്നതും, പിന്നെ ഒരു ബോംബറുടെ കഥ പറയുന്നതും. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ കഥ പറയുമ്പോൾ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് കുട്ടിയുടെ അമ്മയും. ഓക്കെ, ആ കുട്ടി തന്നെയാണ് ഈ പറഞ്ഞ രണ്ടുപേരും. അങ്ങനെയാണ് കഥ നവീബി വരുന്നത്. ഭയങ്കര കിടലും പ്രവാസം കണ്ടു നോക്കണേ. പ്രീ ഡെസ്റ്റിനേഷൻ നൈസാണ്. അത് ഓൾ യുവർ സോംബീസ് എന്ന് പറഞ്ഞൊരു സയൻസ് ഫിക്ഷൻ സ്റ്റോറിയുടെ ഓക്കെ, മൂവിയാണ്. ഓ ഹോ ഹോ ഹോ, ഓക്കെ ഓക്കെ ഓക്കെ. ഓൾ യുവർ സോംബീസ്. അങ്ങനെ എന്തോ ആണ്. Alright. അപ്പോൾ ടോപ്പിക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനി അതർ സയൻസ് ഫിക്ഷൻ ബുക്സ് ടു ടച്ച് അപ്പോൺ? എന്റെ ഒരു ഫേവറേറ്റ് ഉണ്ട്, ഡോക്ടർ ഹൂ. അത് ഞാൻ മാത്രമേ ഡോക്ടർ ഹൂ വായിച്ചിട്ടുണ്ടാവുള്ളൂ. അല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹൂവിന്റെ ഒന്ന് രണ്ടെണ്ണം വായിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ട് സീരീസ് കണ്ടിട്ടുണ്ട്, കുറച്ച്. വായിച്ചിട്ടില്ല. ഇത് പണ്ട് BBC-യിലെ റേഡിയോ നാടകവും TV സീരീസും ആയിട്ടൊക്കെ വന്നേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ. ഡേവിഡ് അതിനുശേഷം ഇത് ടെന്നന്റ്. ഇപ്പൊ ഡേവിഡ് ടെന്നന്റ് അത് ഇപ്പോഴത്തെ ഐറ്ററേഷൻ ആണ്, പുതുതായിട്ട് അത് റീബൂട്ട് ചെയ്തതാണ്. പക്ഷെ പഴയ കുറെ എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ ഈ ഡോക്ടർ ഹൂവിന്റെ കുറെ ബുക്സ് എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരും ഡൊണേറ്റ് ചെയ്താന്ന് എനിക്കറിയില്ല. ആ മനുഷ്യനോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ബ്രിട്ടീഷ് ലൈബ്രറി എടുത്താ വായിച്ചത്, ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിൽ നിന്ന്. എനിക്ക് ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു നല്ലതായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. സ്റ്റോറി. എനിക്ക് ഇറ്റ്സ് എ വെരി, എനിക്ക് ക്ലോസ് റേഞ്ചിൽ സയൻസ് ഫിക്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഇറ്റ്സ് റിയലി റിയലി അമേസിങ്. മേ ബി ഇറ്റ് വോണ്ട് വർക്ക് ഔട്ട് നൗ, പക്ഷേ അത് എനിക്ക് തന്നിട്ടുള്ള ഫീൽ ഉണ്ടല്ലോ, ദാറ്റ്സ് റിയലി റിയലി ഗുഡ്. ഡോക്ടർ ഹൂവിന്റെ ആ ഇനിഷ്യൽ ഹിസ്റ്ററിയെ കുറിച്ചൊരു ഒരു മൂവി കുറച്ച് വർഷം മുന്നേ ഇറങ്ങിയിരുന്നു. എനിക്ക് എന്റെ പേര് കിട്ടുന്നില്ല, ഞാനത് ലിങ്കിലിടാം. ഐ വുഡ് സ്ട്രോങ്ലി റെക്കമെൻഡ് ദാറ്റ്. ഓക്കെ, എനിക്ക് എന്നെ സംബന്ധിച്ചുള്ളത് ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജി ആയിരുന്നു. ബേസിക്കലി ഡോക്ടർ ഹൂ എന്ന് പറയുന്നത് ഹീസ് ഒരു ടൈം ലോഡ് എന്ന് പറഞ്ഞൊരു ഏലിയൻ ആണ്. ആൻഡ് ദേ ഹാവ് ദീസ് ടൈം മെഷീൻസ് ആൻഡ് ഹി ക്യാൻ വിസിറ്റ് അതർ പ്ലാനറ്റ്സ്, അതർ വേൾഡ്സ്. പക്ഷെ എന്തോ കാരണം കൊണ്ട് പുള്ളി എപ്പോഴും എർത്തിലാണ്. ആൻഡ് പുള്ളിയെ അറ്റാക്ക് ചെയ്യാൻ കുറെ ഏലിയൻസ് ഇങ്ങനെ നടക്കും, ഡാലക്സ്, സൈബർമാൻ. ആൻഡ് ഈച്ച് എപ്പിസോഡ് ഈസ് എൻ അഡ്വെഞ്ചർ. ഇപ്പൊ ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റീസിനെ കണ്ടുമുട്ടും. അങ്ങനെ റിയലി ഫൺ. Anyway, it's only an honorable mention. ഞാൻ പറഞ്ഞേ ഉള്ളൂ. കൺക്ലൂഡ് ചെയ്യുന്നു. ആക്ച്വലി ഇതിന്റെ ഒരു റിപ്പ് ഓഫ് ഉണ്ട്. ദൂരദർശനിൽ വന്നിരുന്നു പണ്ട്. ഗ്രേറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കുട്ടികൾക്കുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. DD1 വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കാണുന്ന സംഭവമായിരുന്നു. അതായത് ഇതുപോലെ ഒരു സ്പേസ് ഷിപ്പിനകത്ത് ഒരു അപ്പൂപ്പന്റെ 2 കൊച്ചു പേരക്കുട്ടികൾ, അവരൊരു മെഷീൻ ടാർഡിസ് പോലത്തെ ഒരു മെഷീനിൽ നിന്ന് മറ്റേ ഐസക് ന്യൂട്ടനെയും ഗലീലിയോനെയും ഒക്കെ കൊണ്ടുവരും. സ്പേസിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വിടും. അതാണ് പഴയ പരിപാടി. അത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരു റോബോട്ടും ഉണ്ട്. ആ റോബോട്ടിന് ഷോക്ക് അടിച്ചിട്ട് പുള്ളി അങ്ങനെ സംഭവം. ഓർമ്മയുണ്ട്. ഇവരൊക്കെ ഹിന്ദിയിലല്ലേ സംസാരിക്കുന്നത്? യൂണിവേഴ്സൽ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നത്. ഈ ഡോക്ടർ ഹൂവിന്റെ ഒരു അപ്പീൽ എന്ന് വെച്ചാൽ all these characters are iconic. മേ ബി ഫാൻ ബോയ്സിന് വേണ്ടി മാത്രമായിരിക്കും. ലൈക്ക് ഡയലക്സ് എന്നൊന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഇറ്റ് ഹാസ് സോ മെനി എന്താ പറയുക, വെരി വണ്ടർഫുൾ സീൻസ്. ഞാൻ ഷെയർ ചെയ്യാം ഈ എപ്പിസോഡ് കഴിയട്ടെ. ഓക്കെ, നിർത്തി. അപ്പോ എനിക്ക് തോന്നുന്നു, ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് റൈറ്റ്, ദർ വർ എ കപ്പിൾ ഓഫ് സയൻസ് ഫിക്ഷൻ ബുക്സ് ദാറ്റ് ഐ റെഡ്. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷമായിരുന്നു. എനിക്ക് ഗുഡ് റീഡ്സ് അവാർഡ്സ് ഒക്കെ കിട്ടിയ സാധനമായിരുന്നു. ഒരെണ്ണം ദിസ് ഇസ് ഹൗ യു ലൂസ് ദ ടൈം വാർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. ഭയങ്കര ഹൈലി ഇതൊക്കെ ചെയ്ത് വന്നതാണ്. എനിക്ക് വായിച്ചിട്ട് കിളി പോയി. സംഭവം 2 അസാസിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നോക്കുന്നതാണ്, ടൈം ട്രാവൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നോക്കുന്നത്. പിന്നെ പതുക്കെ അവർ തമ്മിൽ പ്രേമമാവും. അതാണ് സംഭവം. അത് കൈൻഡ് ഓഫ് ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ ആധുനികമേ വായിക്കുള്ളൂ എന്ന് പറഞ്ഞ് കഞ്ചാവ് അടിച്ചിട്ട് എഴുതിയ പോലത്തെ ഒരു സാധനമായിരുന്നു. ടൈം ട്രാവലേഴ്സ് വൈഫ് മീറ്റ്സ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സ്മിത്ത് ആണോ? അങ്ങനത്തെ ഒരു സാധനമാണ്. പിന്നെ അതുപോലെ വേറൊരു സാധനം,
ഇതുപോലെ തന്നെ ഭയങ്കര ഹൈലി റെക്കമെൻഡ് ചെയ്ത് ഒന്നാണ്. ഒരു എന്താണ് സീ ഓഫ് ട്രാങ്കുലിറ്റി എന്ന് പറഞ്ഞിട്ട് എമിലി സെയിൻറ്റ് ജോൺ മാൻഡൽ. അതും ഈ പറഞ്ഞ പോലെ ഗുഡ് റീഡ്സ് അവാർഡൊക്കെ കിട്ടിയ സാധനമാണ്. തുടക്കമൊക്കെ നല്ല രസമായിരുന്നു. ഒരു ഒരു ചെറുക്കനെ ബ്രിട്ടീഷ് രാജിനെതിരെ ചീത്ത പറഞ്ഞതിന് ഒരു പബ്ലിക് ഡിന്നറിൽ വെച്ച് അയാൾ ബ്രിട്ടീഷ് രാജിനെ ചീത്ത വിളിക്കും. അപ്പോൾ അയാളെ അച്ഛൻ കാനഡയിലോട്ട് പറഞ്ഞു വിടും. അവിടെ പോയി എന്തോ മറ്റേ ഡീപ്പ് ഇന്റീരിയർ ക്യൂബിക്കിലോ എവിടെ പോയി എന്തോ ചെയ്യാനായിട്ട്. എന്നിട്ട് അയാൾ അവിടെ ചെല്ലുമ്പോൾ ഒരു വയലിൻ വായന കേൾക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ഓവർ ചെയ്യുന്നത് പിന്നെ ഒരു മൂണിലെ എർത്തിലോട്ട് ഷട്ടിൽ ചെയ്യുന്ന ഒരു ബെസ്റ്റ് സെല്ലിങ് ഓഥറിന്റെ കഥയൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങ് പോന്ന്. എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്, എന്തൊക്കെയോ അതിൽ കാര്യമായി ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ എൻ്റെ തലയ്ക്ക് അതൊന്നും പിടുത്തം കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് ഇത് രണ്ടും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോ അങ്ങനത്തെ സയൻസ് ഫിക്ഷൻ എടുക്കുന്നില്ല. നന്നായി. അതെ, നമുക്ക് വേണ്ടാത്ത സയൻസ് ഫിക്ഷൻ നമുക്കും വേണ്ട. സയൻസ് ഫിക്ഷൻ ലൈറ്റ്സ് വേണമെങ്കിൽ സമീപിക്കുക എന്നിട്ട് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. അതെ. Okay, അതിൽ but ചിലപ്പോൾ fun conversation. Thank you all for joining us. This is Sanoop, Sandeep, Krishnakumar and Srilekha signing off. Take care. ബൈ ബൈ. Bye.